ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കുമ്പോൾ എൻഫോഴ്സ്മെന്റിനെ അഴിച്ചുവിട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാരും അമിത്ഷായും. ബംഗാൾ ഇക്കുറി പിടിക്കണമെങ്കിൽ തൃണമൂൽ കോൺഗ്രസിനെ പൂട്ടണമെന്ന ചിന്ത BJPക്കുണ്ട്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് BJP EDയെ കെട്ടഴിച്ചുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബംഗാളിലെ ഇന്ത്യൻ പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റി എന്ന IPACയുടെ മേധാവി പ്രതീക് ജെയിനിന്റെ വസതിയിലും കൺസൾട്ടൻസി ഗ്രൂപ്പിന്റെ ഓഫീസിലുമാണ് ED റെയ്ഡ് നടത്തിയത്. റെയ്ഡിനിടെ മുഖ്യമന്ത്രി മമതാ ബാനർജി എത്തി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചെന്നാരോപിച്ച് ED രംഗത്ത് വന്നതോടെ വിഷയം സംസ്ഥാനത്തിന്റെ അതിർത്തി കടന്നിരിക്കുകയാണ്. ഇതിനു പിന്നാലെ ഡൽഹിയിൽ അമിത്ഷായുടെ വസതിയിലാണ് TMC പകരം വീട്ടിയത്. അമിത്ഷായുടെ ഡൽഹിയിലെ വസതിയിൽ പാഞ്ഞെത്തിയ TMC MPമാർ ഗേറ്റ് ചവിട്ടി തുറന്നാണ് അമിത്ഷായെ വെല്ലുവിളിച്ചത്. നോർത്ത് ബ്ലോക്കിലെ ആഭ്യന്തര മന്ത്രാലയത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച മഹുവ മൊയ്ത്ര ഉൾപ്പെടെയുള്ള വനിതാ നേതാക്കളെ പോലീസ് റോഡിലൂടെ വലിച്ചിഴച്ചാണ് വാഹനത്തിൽ കയറ്റിയത്. ഇതോടെ ബംഗാളിലും അമർഷം പുകയുന്നുണ്ട്. അന്വേഷണത്തിന്റെ മറവിൽ പാർട്ടി രേഖകളും ഡേറ്റയും പിടിച്ചെടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പാർട്ടി ഹാർഡ് ഡിസ്ക്, സ്ഥാനാർത്ഥി ലിസ്റ്റ് എന്നിവ ശേഖരിക്കുക എന്നതാണ് EDയും അമിത്ഷായും കൂടി ചെയ്യുന്നത് എന്നാണ് തൃണമൂൽ ഇപ്പോൾ ആരോപിക്കുന്നത്.